ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു പഴം നിറച്ചത് ഉണ്ടാക്കാൻ പോട്ടോ. അപ്പോൾ കുറച്ച് 2-3 ഏത്തപ്പഴം ഉണ്ടായിരുന്നു, കുറച്ച് പാളയംകുടം പഴം ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടെ പാനിൽ ചൂടാക്കാൻ വെച്ചേക്കാം. ഏലക്ക പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ശർക്കരപ്പാനി ഒഴിക്കാൻ പോണേ. പാനി ഒഴിച്ച് ഇത് ശരിക്കും ഒന്ന് വരട്ടിയെടുക്കണം. എന്നിട്ട് തേങ്ങയും കൂടെ ചേർക്കണം. കുറച്ച് തേങ്ങയ്ക്ക് ഒന്ന് വരട്ടിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇലയിൽ ഇതെല്ലാം ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ 2 കൊഴുക്കട്ട ഉണ്ടാക്കാമെന്നത്. പിന്നെ ഇന്ന് ഞാനേ ചെമ്പരത്തിയുടെ പൂട്ട് തിളപ്പിച്ചാണ്. ഇതാ ഒരു നിറ വ്യത്യാസം ഉണ്ടല്ലേ. ഇടിയപ്പം ഉണ്ടാക്കിയേക്കണം. ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ എന്നുണ്ടാക്കുന്നൊരു സാധനമാണ് ഒന്നല്ലേ ഇലയട, അല്ലെങ്കിൽ കൊഴുക്കട്ട. അത് വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതൊന്ന് വരട്ടിക്കൊണ്ട് വരട്ടെ കേട്ടോ. അങ്ങനെ ഇച്ചിരി വെള്ളം വറ്റി കണ്ടോ. ഇച്ചിരി ഓട്സും കൂടി ഇട്ടു കേട്ടോ, ഒന്ന് കുറുകി വരാൻ പാകത്തിന്. അപ്പോൾ ഇതിലേക്ക് ചെയ്ത് ഇടിയപ്പം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് വയ്ക്കാൻ പോകും. കണ്ടോ, അടിയിൽ ഇലയിൽ ഞാൻ അടച്ചു വെച്ചു. ബാക്കി ഇതെല്ലാം ഞാൻ കൊഴുക്കട്ട അടച്ചില്ല, പഴമുള്ളതുകൊണ്ട് ഇതാ ഇങ്ങനെ വെച്ചേക്കുക. ഇത് വേവട്ടെ കേട്ടോ. അങ്ങനെതാ പഴം നിറച്ചത് വെന്തു കേട്ടോ. അപ്പോൾ വൈകുന്നേരം 4 മണിക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. ഇന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ പിന്നെ ഈ പാളയംകുടം പഴം ഉണ്ടായാൽ മൊത്തം പഴുത്തു പോകുമല്ലോ. പാളയംകുടം പഴം കൊണ്ട് ഞാൻ പല സാധനങ്ങളും ഉണ്ടാക്കാറുണ്ട്. അതിലൊരു ഐറ്റമാണിത്. ഇനി പാളയംകുടം പഴം കൊണ്ട് വേറെ ഐറ്റം കൊണ്ടുവരാട്ടോ. അങ്ങനെ ചെമ്പരത്തിപ്പൂ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലാണ് ഞാൻ എല്ലാം കുഴച്ചത്. അപ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ ചെമ്പരത്തിപ്പൂ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ HP ലെവൽ വളരെ കൂടും കേട്ടോ. കുട്ടികൾക്ക് വളരെ നല്ലതാണ്. ഒരു ദിവസം 5 പൂ വെച്ച് ഇടിയപ്പം കണ്ടോ. ഇപ്പം തന്നെ ചെറിയൊരു നില വ്യത്യാസമുണ്ട്. ഓക്കേ.